സമീപനവും അതിനോട് പ്രതികരിക്കാനുള്ള ആഹ്വാനവും ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരായ രോഷവും വാഴക്കുല എന്ന കവിതയിൽ കാണാവുന്നതാണ്. ഇതിലൂടെ കവി തുറന്നു ചോദിക്കുന്നു, അവശന്മാർ, ആർത്തന്മാർ, ആരംഭഹീനർ, അവരുടെ സങ്കടം ആരറിയാൻ, അവരുടെ പട്ടിണി എന്ന് തീരാൻ. പണമുള്ളവരിൽ നിർമ്മിച്ച നീതിക്കിരുതൊന്നും പറയുന്നില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിറങ്ങുന്നു പതിതരയിൽ നിന്നത് പിന്മുറുക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾക്ക് മുമ്പ് മനസ്സ് നനച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വാഴക്കുല. കഞ്ഞിന്റെ വെള്ളം ഇങ്ങെടുത്തോ? ഇതാങ്ങളെല്ലാം എവിടെ പോയില്ലേ? ഓരെല്ലാം അപ്പുറത്തെ തൊടിയില് കളിക്കാൻ പോയിരിക്കണോ? ഇന്നലത്തെ മഴയില് മണ്ണ് നന്നായി നനഞ്ഞിരിക്കണോ? കഴിയേ എന്തേലും നട്ടുകൊടുത്താ നന്നായി മുളച്ചു വന്നേനെ. ഒരു ആൾക്കണ്ണ് കിട്ടിയിരിക്കണല്ലോ. എവിടുന്നാ കിട്ടിയേ? ഇല്ലത്തെ തിരിവ് വന്നതിന്റെ അടിയെ സമ്പ്രാനോട് ചോദിച്ചപ്പോ കൊണ്ടോക്കളാൻ പറഞ്ഞു. ആ കൊള്ളാലോ. നീ വായന്റെ അഴകിയെ നമുക്കിത് ആ മാളത്തിനരികെ കുഴിച്ചു വെക്കാം. അച്ഛന്റെ മക്കൾ എത്തിയോ? നന്നായി കളിച്ചോ കുട്ടികള്? വായോ, നമുക്ക് ഈ വാഴക്കുന്ന നടാം. അച്ഛൻ്റെ മക്കളിത് നനച്ച് വളർത്തണം കേട്ടോ. മാടത്തിമുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകൂപ്പ് പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും അഴകിപ്പുല കള്ളിയോ മരിച്ചു. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർ കാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി. മോളെ, അച്ഛൻ്റെ ആ പാളത്തൊക്കെ ഇങ്ങെടുത്തേ. ആരാ ഇന്ന് വാഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നേ? ആരും തല്ലുകൊണ്ടിരിക്കോ? നന്നായി നോക്കിയാ വെക്കം വാഴപ്പഴം കഴിക്കാം. അഴകിയെ വെക്കം ഇറങ്ങാട്ടോ. നേരെ പോയല്ലോ. കഞ്ഞി എടുത്തോളൂ. ഉമ്മ കഞ്ഞി എടുത്ത് വെച്ചിരിക്കണോട്ടോ. കളി കഴിയുമ്പോ കഞ്ഞി കുടിക്കണം. അച്ഛനും അമ്മയും വേലയ്ക്ക് പോയിട്ട് വരാം. നമുക്ക് കളിക്കാം. അപ്പുറത്തെ തൊടിയുന്ന എല്ലാവരെയും വിളിക്കാം. മാളു, ആപ്പലു, പാറു, വാ കളിക്കാം.
ഇന്ന് അമ്പലത്തിൽ ഉത്സവമല്ലേ? താങ്കളെ കൂട്ടി അമ്പലത്തിൽ പോയാലോ? പോവാലോ നമുക്ക്. അമ്മയുടെ കുട്ടിയോട് വേഗം മേലെഴുതി തുണി മാറിക്കോ. നമുക്ക് വേഗം അമ്പലത്തിൽ പോവാം. നീ ആ വെട്ടുകത്തി